സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. പിന്നിൽ നിന്ന് കുത്തുന്നവരോട് നന്ദി പറയുക, നമ്മൾ അവരുടെ മുന്നിൽ തന്നെയാണെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചതിന്. കഠിനാധ്വാനത്തിൽ നിന്ന് വിജയവും അലസതയിൽ നിന്ന് പരാജയവും അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. കൈനിറയെ ധനമുള്ളവരല്ല, മനസ്സ് നിറയെ നന്മയുള്ളവരാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നടന്നു നോക്കൂ. നിങ്ങളെ പരിഹസിക്കും, പക്ഷേ അവരെക്കാൾ മുൻപേ ലക്ഷ്യത്തിലെത്തിയാൽ അവർ നിങ്ങളുടെ വഴിയെ നടന്നു തുടങ്ങും. ചില വീഴ്ചകൾ നല്ലതാണ്. കൂടെയുള്ളത് ആരെന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ആരെന്നും ഉപേക്ഷിച്ച് പോകുന്നത് ആരെന്നും മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന് സംസാരിക്കാൻ പഠിക്കാൻ 2 വയസ്സ് മതി. എന്നാൽ എന്ത് സംസാരിക്കണം എന്ന് പഠിക്കാൻ ഒരു ആയുസ്സ് മുഴുവൻ മതിയാവില്ല. എനിക്ക് ഒന്നുമില്ല എന്നും എനിക്ക് എല്ലാം ഉണ്ട് എന്നും ചിന്തിക്കരുത്. എന്നാൽ എനിക്ക് എല്ലാം നേടാൻ കഴിയും എന്ന് എപ്പോഴും ചിന്തിക്കുക. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോഴാണ് സംസാരം ഇല്ലാതാവുന്നത്, അതോടെ ബന്ധങ്ങളുടെ ജീവനും ഇല്ലാതാകുന്നു. വിശപ്പിനേക്കാൾ വലിയ മതവും വിശപ്പ് അകറ്റുന്നവനേക്കാൾ വലിയ ഒരു ദൈവവും ഈ ലോകത്തില്ല. വഴിതിരിഞ്ഞു പോയവർ ആണെങ്കിൽ തിരികെ എത്താൻ 100 വഴികളുണ്ടാക്കും. പക്ഷെ ഒഴിവാക്കാൻ വഴിതിരിഞ്ഞു പോയവർ ഒരിക്കലും തിരികെ എത്തില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം ആരോടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. സങ്കടങ്ങളെ സൂക്ഷിച്ചു വയ്ക്കേണ്ട. അവ സമ്മാനിച്ച മനുഷ്യരെ ഓർത്തു വയ്ക്കുകയും വേണ്ട. അതിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ മനസ്സിൽ പാഠമാക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടും. ചിന്തിക്കാതെ സംസാരിക്കരുത്. മനസ്സിലാക്കാതെ വിധിക്കരുത്. സത്യമറിയാതെ ഊഹിക്കരുത്. ആരിൽ നിന്നും അളവിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും. കടന്നുപോയ മനോഹര നിമിഷങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആശിക്കരുത്. കാരണം തിരിച്ചു കിട്ടാത്തതുകൊണ്ടാണ് അത് മനോഹരമായത്. നമ്മൾ കരഞ്ഞെന്നു കരുതി സമൂഹമോ അവരുടെ ചിന്തകളോ മാറുന്നില്ല. അപ്പോൾ പിന്നെ കരഞ്ഞുകൊണ്ട് ജീവിക്കാതെ ഇഷ്ടത്തിന് ജീവിക്കുക. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. ഇന്നത്തെ സുഖങ്ങൾ എല്ലാം ഒരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കരുത്. ഒന്നുമില്ലാതെയാണ് ഈ ഭൂമിയിൽ വന്നത്, പോകുന്നതും അങ്ങനെ തന്നെ.